ഹലോ ഗൈസ്, താങ്ക് യു. തിരഞ്ഞെടുപ്പ് ബോണ്ട് അഥവാ ഇലക്ട്രൽ ബോണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വാർത്തയിലും പത്രത്തിലും ഒക്കെ കണ്ടു കാണും, കുറേ സോഷ്യൽ മീഡിയ ട്രോളുകളിലും കണ്ടു കാണും. അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ധനസഹായ മാർഗമായിരുന്ന ഇലക്ട്രൽ ബോണ്ട് അഥവാ തിരഞ്ഞെടുപ്പ് ബോണ്ട് 2017 കേന്ദ്ര ബജറ്റിൽ ധനകാര്യ ബില്ലാണ് അജ്ഞാത ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അവതരിപ്പിച്ചത്. എന്നാൽ 2024 സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിക്കുകയും നിർത്തലാക്കുകയും ചെയ്തു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ DY ചന്ദ്രചൂഡും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5 ജഡ്ജിമാരും അടങ്ങുന്ന ഭരണഘടനാ ബെഞ്ചാണ് ഇത് വിവരാവകാശത്തിന്റെ ലംഘനമാണെന്ന് വിളിച്ച് ഇതിനെ നിർത്തലാക്കിയത്. ഈ ബോണ്ടുകൾ നൽകുന്നത് നിർത്താൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇലക്ഷൻ കമ്മീഷനോട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ അന്തിമ ശാസനം നൽകിയിട്ടുണ്ട്. അവസാന തീയതിയായി പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 15 5 മണിക്ക് മുന്നായി തന്നെ ഈ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണമെന്നാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയവരിൽ ഭരണകക്ഷിയായ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉൾപ്പെട്ടിരുന്നു. കൂടാതെ ഈ ബോണ്ടുകളുടെ സംഭാവനകൾ ഔദ്യോഗികമായി നിരസിച്ച ഏക കക്ഷിയും അവർ തന്നെയാണ്. ബജറ്റിന് പ്രധാന ഘടകമായി പ്രത്യേകമായി അവതരിപ്പിച്ച അജ്ഞാത ഇലക്ട്രൽ ബോണ്ടുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 110 ലംഘിക്കുകയായിരുന്നു. പാർലമെന്റിന്റെ സൂക്ഷ്മ പരിശോധന മറികടക്കുന്നതിന് ഇതുവഴി സാധിച്ചിരുന്നു. ഭരണഘടന അനുസരിച്ച് ധനകാര്യ ബില്ലുകൾ രാജ്യസഭ പാസാക്കേണ്ട ആവശ്യമില്ല. നിയമനിർമ്മാണമാണിത്. അതായത് ഈ ധനകാര്യ ബില്ലുകളിൽ ലോകസഭ മാത്രം പാസാക്കിയാൽ മതി, രാജ്യസഭയ്ക്ക് ഈ ബില്ലുകൾ വിടുന്നതല്ല. രാജ്യസഭയ്ക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം മാത്രം പറയാൻ മാത്രമുള്ള അവകാശമുള്ളൂ. 2017 തുടക്കത്തിൽ അവതരിപ്പിച്ചെങ്കിലും ധനകാര്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തികകാര്യ വകുപ്പ് 2018 ജനുവരി 2-ന് ഒരു ഗസറ്റിൽ ഇലക്ട്രൽ ബോണ്ട് സ്കീം വിജ്ഞാപനം ചെയ്തു. കണക്കനുസരിച്ച് 2018 മാർച്ച് മുതൽ ഏപ്രിൽ 2022 വരെ കാലയളവിൽ 9,857 കോടി രൂപ യുടെ സാമ്പത്തിക മൂല്യത്തിന് തുല്യമായ 18,299 ഇലക്ട്രൽ ബോണ്ടുകൾ കൈമാറ്റം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് 2019 പൊതു തിരഞ്ഞെടുപ്പിൽ പറഞ്ഞു അവർ അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം നിർത്തലാകുമെന്ന്. ഭാഗ്യവശാൽ അവർ അധികാരത്തിലെത്തിയില്ല, അതുകൊണ്ട് ഇത് നിർത്തലാക്കിയില്ല. അതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടു, നിർത്തലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ബൈ.